ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വിക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റഹീമിനെ കളിയാക്കുന്ന ആളുകൾ. That's why we have did the demolition. So, well, okay. സണ്ണി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. അവരെയാണ് പ്രബുദ്ധർ എന്ന് ഒരുപാട് പേർ വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ വെറും വിവരമില്ലാത്തവരാണ് എന്ന് ഞാൻ പറയും. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. MA, LLB, ഇനി അതിനു മുകളിൽ ഡോക്ടറേറ്റ് നേടാൻ തീസിസ് സമർപ്പിച്ച ഒരാൾ, ഇത്രയും വലിയ ഡിഗ്രികൾ കയ്യിലുള്ള ഒരു ജനപ്രതിനിധി LKGയിലെ കുട്ടികൾ സംസാരിക്കുന്നതിനേക്കാൾ മോശമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? can you the government of Karnataka make a ആ വ്യക്തിയെയാണോ? അതോ ഇത്ര വലിയ ബിരുദങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും പുറത്തിറങ്ങി 4 വാക്ക് സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്തവരെ സൃഷ്ടിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണോ? ട്രോളുകൾ കണ്ട് ചിരിക്കുന്നവർ ഈ ഒരു കാര്യം കൂടി ചിന്തിക്കണം. പക്ഷേ അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ. ഗ്രാമർ പിഴവുകൾക്കിടയിൽ നമ്മൾ കാണാതെ പോയ JCB കയറി നിറങ്ങിയ പാവപ്പെട്ടവൻ്റെ ജീവിതമുണ്ട്. ബുൾഡോസർ കയറി നിറങ്ങിയ പാവപ്പെട്ടവൻ്റെ ജീവിതം അവിടെ ബാക്കിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റഹീമിൻ്റെ ആ ഇംഗ്ലീഷ് വീഡിയോനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചും പിന്നെ ഇതിനിടയിൽ മുങ്ങിപ്പോയ പച്ചയായ മനുഷ്യരെ കുറിച്ചുമാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ ഒന്നല്ല, ലൈക്ക് ഹൈപ്പൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ എന്നോട് വല്ല എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ധൈര്യമായിട്ട് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ റഹീം MP ഇംഗ്ലീഷ് പ്രസംഗം വലിയ ചർച്ചയാണല്ലോ. ട്രോളന്മാരൊക്കെ അത് ആഘോഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്നാൽ ഈ ചിരികൾക്കിടയിൽ നമ്മൾ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ വിമർശിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. വെറുതെ ചിരിച്ച് തള്ളേണ്ട വിഷയമല്ല ഇത്. കാരണം റഹീം വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഒരാളാണ്. ഇത്രയും പഠിച്ചിട്ടും എന്തുകൊണ്ട് ഒരു നാഷണൽ മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം വിയർക്കുന്നുണ്ട്? ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം കുഴപ്പമാണോ? അതോ നമ്മൾ പൊക്കി പിടിച്ച് നടക്കുന്ന കേരള മോഡൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമാണോ? make a audit in Karnataka city regarding the നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ ആ വിമർശനം നമുക്കൊന്ന് തുറന്നു പറയാം. ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും നേടിയിട്ട് ഡോക്ടറൽ തീസിസും സമർപ്പിച്ച ഒരാളാണ് റഹീം. അക്കാദമിക്കായി നോക്കിയാൽ അദ്ദേഹം ഹൈലി ക്വാളിഫൈഡ് ആണ്. എന്നിട്ടും 1-ാം ക്ലാസ്സുകാരൻ പറയുന്നതിനേക്കാൾ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറയുന്നത്. അതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടതാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് പെർഫോമൻസും കണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹവും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭാഷാപരമായിട്ടുള്ള പരിമിതികളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു MP പരസ്യമായി ഈ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പരിഹസിക്കേണ്ടത് അല്ലെങ്കിൽ കളിയാക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെയല്ല, മറിച്ച് ആ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇതിനേക്കാൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് ഇനി കിട്ടാനില്ല. പരീക്ഷ പാസ്സാവാനും ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാനും മാത്രം പഠിപ്പിക്കുന്ന, എന്നാൽ പ്രാക്ടിക്കലായി അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കാത്ത നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് നമ്മളിവിടെ കണ്ടത്. ഇതിനെ ന്യായീകരിച്ച് ക്യാപ്സ്യൂൾ ഇറക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയുന്നത് റഹീമിനെ ന്യായീകരിക്കുന്നതുകൊണ്ടൊരു തെറ്റില്ല. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ വന്ന് ഞാൻ ഒരുപാട് കമൻറ്റുകൾ വായിച്ചതാണ്. നമ്മൾ മാറേണ്ടതുണ്ട്. അതായത് ഇംഗ്ലീഷ് ആയാലും എന്ത് കാര്യം പഠിപ്പിക്കുകയാണെങ്കിലും കുട്ടികളിൽ അത് പ്രാക്ടിക്കലായി കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ആ പഠനം. അതുപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, അതിപ്പോൾ എന്താ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എന്ന് ചോദിച്ചു ന്യായീകരിക്കുന്ന അന്ധകോമരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടി അത് തന്നെയാണ്. അറിയാത്ത ഭാഷ സംസാരിക്കാൻ ശ്രമിച്ച് ലിബിനാകരുത് എന്ന സാമാന്യ ബോധ്യമെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാകണം. അത് ഉണ്ടാകണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ജനങ്ങളിവിടെ പക്വത കാണിക്കണമായിരുന്നു. അദ്ദേഹത്തിന് കളിയാക്കാൻ ആർക്കും അവകാശമില്ല. MP എന്നത് ഒരു ചെറിയ പോസ്റ്റല്ല, പാർലമെന്റിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അവിടെ ഭാഷ അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ആ വിമർശനം, അതായത് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നിലവാരമില്ല എന്ന വിമർശനം 100% ശരിയാണ്. അത് റഹീമും അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്നവരും ഉൾക്കൊള്ളണം. പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരുപോലെ ഭാഷ പഠിച്ചെടുക്കാൻ കഴിയില്ല. സംസാരിക്കുന്ന രീതിയും എഴുതുന്ന രീതിയും വായിച്ചു പഠിക്കുന്ന രീതിയും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ബിരുദം പാസ്സാവാൻ ഇംഗ്ലീഷ് ഒരുപക്ഷെ വായിച്ചു പഠിക്കാൻ പറ്റും, പരീക്ഷയിൽ വലിയ മാർക്ക് വാങ്ങാനും പറ്റും. പക്ഷെ അത് സംസാരിക്കുമ്പോൾ അതേ ഫ്ലുവൻസി കിട്ടണമെന്നില്ല. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ ഇതാണ്. എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, പക്ഷെ സംസാരിക്കാൻ വരുമ്പോൾ നാവിൽ വരില്ല. ഈ പറയുന്ന എൻ്റെ പോലും അവസ്ഥ അത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് വലിയ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇയാൾക്ക് PhD ഒക്കെ ഉണ്ട്, പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് അർത്ഥം.
അതൊരു സ്കില്ലാണ്, അത് പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അത് ആർജിക്കാൻ അദ്ദേഹം ശ്രമിക്കണമെന്ന് നമുക്ക് പറയാം. അല്ലാതെ വിവരമില്ലാത്തവൻ അല്ലെങ്കിൽ കഴിവില്ലാത്തവൻ, ഭാഷ അറിയാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഒരുമാതിരി കളിയാക്കുക, പരിഹസിക്കുക, അത് ബോധവും വിവരമുള്ള ജനതയ്ക്ക് ചേർന്നിട്ടുള്ള ഒരു സംഭവമല്ല. അത് വിവരക്കേടിൻ്റെ ഉച്ചസ്ഥായിലിരിക്കുന്ന ആളുകൾക്ക് മാത്രം തോന്നുന്ന ഒരു ചിന്തയാണ്. അത് ആളുകളെ പരിഹസിക്കാൻ, ഓരോരുത്തരുടെ കുറവുകൾ കണ്ട് അവരെ പരിഹസിക്കാൻ തോന്നുന്നത് വിവരമില്ലായ്മയും അതുപോലെ തന്നെ വിവരക്കേടുമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: വിമർശനമാകാം, പക്ഷേ പരിഹാസം പാടില്ല. താങ്കൾക്ക് ഇത്രയും യോഗ്യതയുണ്ടല്ലോ, എന്നിട്ടും എന്തേ ഇങ്ങനെ, എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നത് വിമർശനമാണ്. അതിൽ കഴമ്പുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ട്രോൾ ചെയ്യാനും നമുക്ക് അവകാശമില്ല. കാരണം നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും തികഞ്ഞവരല്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് ഒരു ക്രൈമൊന്നുമല്ല. പക്ഷേ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അത് പഠിച്ചെടുക്കേണ്ടത് ഒരു ബാധ്യത പോലെയാണ് എന്ന് മാത്രം. അതൊരു ഗതികേടാണ് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഇനി കാര്യത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വശത്തേക്കാണ് ഞാൻ ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ഈ ഗ്രാമർ ചർച്ചകൾക്കിടയിൽ, അതായത് ഈ കളിയാക്കൽ പരിഹാസത്തിനിടയിൽ മുങ്ങിപ്പോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബാംഗ്ലൂരിലെ യലഹങ്കയിൽ നടന്ന കൊടും ക്രൂരതയാണ് അവിടെ മുങ്ങിപ്പോയത്. പാവപ്പെട്ട തൊഴിലാളികൾ വർഷങ്ങളായി താമസിക്കുന്ന വീടുകൾ ഭരണകൂടം ഇടിച്ചു നിർത്തി. അത് അനധികൃത കുടിയേറ്റമല്ലേ, സർക്കാർ ഭൂമിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെ. ശരിയാണ്, നിയമപരമായി അത് ശരിയായിരിക്കാം. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അനധികൃത കുടിയേറ്റങ്ങളാണെങ്കിൽ പോലും അവിടെ താമസിക്കുന്നത് മനുഷ്യരാണ്. ഈ ഒരു ചിന്ത ഭരണകൂടത്തിന് ഉണ്ടാകണം. അവരെ ഒഴിപ്പിക്കുമ്പോൾ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ മൃഗങ്ങളെ ആട്ടി ഓടിക്കുന്ന പോലെ മനുഷ്യനെ തെരുവിലേക്ക് എറിയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരായ ആ മനുഷ്യർ എവിടെ പോകുന്നു എന്നുള്ള ഒരു ചിന്ത സർക്കാരിന് വേണം. റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി കുടുംബങ്ങളാണ് പെരുവഴിയിലായിട്ടുള്ളത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഗർഭിണികൾ, വയസ്സായവർ, ഇവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അഭയാർത്ഥികളെ പോലെയായി. അവരുടെ കണ്ണീരിന് മുന്നിൽ നിന്നുകൊണ്ടാണ് റഹീമ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഗ്രാമറായിരിക്കില്ല, മറിച്ച് ആ പാവങ്ങളുടെ സങ്കടം മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങൾ നാഷണൽ മീഡിയയിൽ വന്നതുകൊണ്ട് മാത്രമാണ് പുറം ലോകം ഈ വിവരം അറിഞ്ഞത്. ആ വാർത്ത കവർ ചെയ്യാൻ പോയ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ കാണാതെ പോകരുത്. ഭാഷ പിഴച്ചെങ്കിലും അദ്ദേഹം അവിടെ പോയ ലക്ഷ്യം 100% ശരിയായിരുന്നു. അതിലൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം അവിടെ പോയിട്ടുണ്ടാവുക. എങ്കിൽ കൂടി അദ്ദേഹം അവിടെ അവരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതൊരു മലയാളിയുടെ മാത്രം പ്രത്യേകതയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ഒരു പുച്ഛം. ഇംഗ്ലീഷ് ഗ്രാമർ തെറ്റിയാൽ ഉടനെ നമ്മൾ അവനെ വധിക്കും. ഇംഗ്ലീഷ് എന്നത് വെറും ഒരു ഭാഷയാണ്, അത് അറിവിൻ്റെ അളവുകോലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു. ഒരു സായിപ്പ് ഒന്ന് പൊട്ട മലയാളം പറഞ്ഞാൽ നമ്മൾ കൈയടിക്കും. നമ്മൾ എന്തിനാണ് വേറെ നാട്ടുകാരനെ കുറിച്ച് പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോ ആരെങ്കിലും മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര നല്ല മലയാളമാകണമെന്നില്ല. എങ്കിൽ കൂടി നമ്മൾ അവർക്ക് കൈയടി കൊടുക്കും. എന്താ, മലയാളത്തിൽ തെറ്റി വന്നാൽ കുഴപ്പമില്ല. അപ്പോൾ പ്രധാനമന്ത്രിയോ ആരായാലും ഏതെങ്കിലും സിനിമ നട ഇവിടെ വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ മലയാളം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കയ്യടിയാണ് കൊടുക്കുക, മലയാളത്തിൽ സംസാരിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇംഗ്ലീഷ് തെറ്റുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുമ്പോൾ തെറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കയ്യടികൾ കൊടുക്കാത്തത്, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാത്തത്? നീ പഠിച്ചെടുക്കണം, നീ നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് റഹീമിൻ്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ആരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളി അവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കും, പരിഹസിക്കും. ഇത് വളരെ മോശം സ്വഭാവമാണ്. പക്ഷെ സ്വന്തം നാട്ടുകാരെ ഇംഗ്ലീഷ് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനെ കൊല വിളിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഭാഷ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമുക്ക് ഗുണമുണ്ടാകും. പക്ഷെ അത് അറിയില്ലെങ്കിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പലരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിന്ദി നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്ന്. ഈ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദിയും പഠിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയും അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇതിൽ ഇംഗ്ലീഷ് അറിയണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയും. പക്ഷേ ഹിന്ദി നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്ന് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. പലരുടെയും വിചാരം ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ ആണെന്നാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യക്ക് ഒരു രാഷ്ട്രഭാഷയില്ല. ഹിന്ദി ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക ഭാഷ മാത്രമാണ്. ഭരണഘടനാ പ്രകാരം ഇംഗ്ലീഷും ഹിന്ദിയും ഉപയോഗിക്കാം. ഹിന്ദി നമ്മുടെ പഠനത്തിൽ വലിയൊരു ഭാരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലെ കാര്യമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലാംഗ്വേജ് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ പഠിക്കട്ടെ. ഉദാഹരണത്തിന് നമ്മളൊരു ഹിന്ദി സംസാരിക്കുന്ന നാട്ടിലേക്ക്, ഇപ്പോൾ ഡൽഹിയിലേക്കോ UP-യിലേക്കോ ജോലിക്കായി പോകുമ്പോൾ അവിടെ ജീവിക്കാൻ നമ്മൾ ഹിന്ദി പഠിച്ചേ പറ്റൂ. അത് നമ്മുടെ ആവശ്യമാണ്. പക്ഷേ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കർണാടകയിലേക്ക് ജോലിക്ക് വരുന്നവർ ഇവിടുത്തെ ഭാഷ പഠിക്കേണ്ടതുണ്ടോ? അതായത് ഹിന്ദി പഠിക്കേണ്ട കാര്യമുണ്ടോ?
ബംഗാളിയും ബീഹാറിയും ഇവിടെ വന്നിട്ടും ഹിന്ദിയിൽ സംസാരിക്കും. എന്താണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്? ആരായാലും ബംഗാളി ആയാലും ബീഹാറി ആയാലും യു പി ആയാലും ഇവിടെ വന്നിട്ട് ഹിന്ദി സംസാരിക്കും. ഇയാൾ മലയാളം എപ്പോഴെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അവർ ഇങ്ങോട്ട് വരുമ്പോൾ അവർ നമ്മുടെ ഭാഷ പഠിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ വെറുതെ നമ്മുടെ അപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ഒന്ന് നോക്കി. അവർ അവരുടെ ഭാഷയിൽ എത്രമാത്രം അഭിമാനിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തമിഴ് പറയണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഹിന്ദി അവിടെ ചിലവാകില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കും വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റഹീമിൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ കളിയാക്കലുകൾക്കിടയിലും നമ്മൾ കാണാതെ പോകുന്ന ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. അദ്ദേഹം ആ തകർന്ന ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും കാര്യം മനസ്സിലായി, വിഷയം ചർച്ചയായി. അതാണ് പ്രധാനം. ഷേക്സ്പിയർ ശൈലിയിൽ ഇംഗ്ലീഷ് പ്രസംഗിച്ചിട്ട് കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്നതിനേക്കാൾ ഭേദം പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഏറ്റവും മികച്ച ഒരു കാര്യമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് കാര്യങ്ങളെ സമഗ്രമായി തന്നെ കാണാം. റഹീമിനെ വിമർശിക്കാം. MP എന്ന നിലയിലും ഉയർന്ന ബിരുദധാരി എന്ന നിലയിലും അദ്ദേഹം ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണമെന്ന് പറയാം. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയാണെന്നും പറയാം. പക്ഷേ അതിൻ്റെ പേരിൽ പരിഹസിക്കരുത്. അനധികൃത കുടിയേറ്റങ്ങളാണെങ്കിൽ പോലും മനുഷ്യരാണ് എന്നുള്ള ചിന്ത ഭരണകൂടത്തിനും നമുക്കും ഉണ്ടാകണം. അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ട് വേണം കുടിയൊഴിപ്പിക്കാൻ. നമ്മളാരും തികഞ്ഞവരല്ല, തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. ഭാഷയേക്കാൾ വലുത് മനുഷ്യത്വമാണ് എന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും തിരിച്ചറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റിൽ പറയുക. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ അതോ വ്യക്തിയുടെ കുഴപ്പമാണോ? അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുമ്പോൾ സർക്കാർ പുനരധിവാസം നൽകേണ്ടതല്ലേ? അതുപോലെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്